ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഒരു ലൈനിങ് ബ്ലൗസ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഒരു സാരിയിൽ നിന്നും ബ്ലൗസിൻ്റെ കട്ട് ചെയ്തെടുത്തേക്കുന്നത്, അതിൻ്റെ ലൈനിങ്ങുമാണിത്. ഇനി നമ്മൾ ലൈനിങ്ങാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. ആദ്യം ബാക്ക് വശമാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. തുണി രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ബാക്കിൻ്റെ ഇറക്കം അടയാളപ്പെടുത്താം. അതിൻ്റെ ഇറക്കമെന്ന് പറയുന്നത് 14.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടി 15.5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുന്നു. അപ്പോൾ 15.5 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. തയ്യൽ തുമ്പിന് വേണ്ടിയാണ് ഈ 1 ഇഞ്ച് അടയാളപ്പെടുത്തുന്നത്. ഇനി ഷോൾഡർ 6 ഇഞ്ച്. അതിവിടെ നമ്മൾ അടയാളപ്പെടുത്തുന്ന 6 ഇഞ്ച്. എന്നിട്ട് സ്കെയിൽ വെച്ച് വരച്ചെടുക്കുന്നു. ഇനി താഴോട്ട് കൈക്കുഴിയുടെ ഭാഗത്ത് അതേ ഷോൾഡറിൻ്റെ അതേ 6 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുന്നു. ഇനി അത് ഇങ്ങോട്ട് 6 ഇഞ്ച് ഉണ്ടോ എന്ന് അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് സ്കെയിൽ വെച്ച് അതും വരച്ചെടുക്കുന്നു. ഇനി നമ്മൾ അടയാളപ്പെടുത്തുന്നത് നെഞ്ചുവണ്ണമാണ്. നെഞ്ചുവണ്ണം 35 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 3 ഇഞ്ച് കൂടെ കൂട്ടി 38 ഇഞ്ചാക്കും. അതിൻ്റെ 4 ഭാഗം 9.5. ആ 9.5 2 ഇഞ്ച് തയ്യൽ തുമ്പി അടയാളപ്പെടുത്തും. എന്നിട്ട് അത് നമ്മൾ സ്കെയിൽ വെച്ച് വരച്ച് ചേർക്കും. ഇനി നമുക്ക് കൈക്കുഴിയുടെ കോൺ അടയാളപ്പെടുത്താം. അപ്പോൾ അത് 1.25 ഇഞ്ചാണ്. ആ 1.25 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്താം. എന്നിട്ട് നമ്മൾ ഈ ഷോൾഡറിന് താഴോട്ട് അടയാളപ്പെടുത്തിയ 6 ഇഞ്ച് പകുതി 3 ഇഞ്ച് അവിടെ ഒരു അടയാളം കൊടുക്കണം. എന്നിട്ടത് ആ കൈക്കുഴിയുടെ ഭാഗത്തോട്ട് 1.25 ഇഞ്ചിലൂടെ വരച്ച് ഇടാം. അപ്പം നമുക്ക് കൈക്കുഴി റെഡിയായി. ഇനി നമ്മൾ കഴുത്തകലം 2.25 ഇഞ്ചാണ് മുകളിൽ അടയാളപ്പെടുത്തുന്നത്. എന്നിട്ട് കഴുത്തിറക്കം 9 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടെ തയ്യൽ തുമ്പിനെ കൂട്ടി 9.5 ഇഞ്ച് അടയാളപ്പെടുത്തും. ഇനി അവിടെ 3 ഇഞ്ച് അടയാളപ്പെടുത്തും താഴെ. എന്നിട്ട് അത് 9.5 ഉണ്ടെന്ന് നോക്കും. എന്നിട്ട് സ്കെയിൽ വെച്ച് വരച്ചെടുക്കും ഒരു സ്ക്വയർ രൂപം. ഇവിടെ ഞാനൊരു ആലിലക്കഴുത്താണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ആലിലയാണ് അടയാളപ്പെടുത്തുന്നത്. ഇനി ഷോൾഡർ സ്ലോപ്പായിട്ട് നമ്മൾ കഴുത്തിൻ്റെ അവിടെ നിന്നാണ് അടയാളപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ബ്ലൗസ് കഴുത്തിറങ്ങി പോകാതിരിക്കാൻ വേണ്ടി, ഇത് കഴുത്ത് മലന്ന് പോകാതിരിക്കാൻ വേണ്ടി അതിനാണ് അവിടെ അടയാളപ്പെടുത്തുന്നത്. ഇനി നമ്മൾ ഇടവണ്ണമാണ് അടയാളപ്പെടുത്തുന്നത്. ഇടവണ്ണം 7.5 ഇഞ്ച്, 2 ഇഞ്ച് തയ്യൽ തുമ്പ്. അങ്ങനെ 7.5 2 9.5 ഇഞ്ച് തയ്യൽ. എന്നിട്ട് അവിടെ നിന്നോട്ടൊരു സ്കെയിൽ വെച്ച് ചേർത്ത് വരയ്ക്കുക. അപ്പോൾ ബാക്കി വശം മൊത്തം അടയാളപ്പെടുത്തിയാണ്. ഇനി നമുക്കത് കട്ട് ചെയ്യാം. ബാക്കിൻ്റെ നെക്ക് നമ്മൾ കട്ട് ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്യാൻവാസ് പേപ്പറിലാണ് ഞാൻ കട്ട് ചെയ്ത് തയ്ക്കാൻ പോകുന്നത്. ആലില നെക്കാണ്. അതുകൊണ്ട് ബാക്കിയെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് ബാക്കി ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ഓപ്പൺ ഭാഗമാണ് നമ്മുടെ സൈഡിൽ ഇടേണ്ടത്. ഓപ്പൺ ചെയ്ത ഭാഗം, ഇങ്ങനെ ഓപ്പണായിട്ടുള്ള ഭാഗം അവിടെയാണ് ഹുക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഓപ്പണായിട്ടുള്ള ഭാഗത്ത് നമ്മൾ അങ്ങനെ ഇടുന്നത്. ഇനി അതിൻ്റെ ഇറക്കം, ബാക്കിൻ്റെ ഇറക്കം 14.5 ആയപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി 15.5 ഇട്ട്. ഇനി ഫ്രണ്ട് ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ ഇറക്കം എന്ന് പറഞ്ഞാൽ 14.5 കൂടെ 2 ഇഞ്ച് കൂട്ടണം. 16.5 വേണം. ബാക്കിൽ 1 ഇഞ്ച് കൂട്ടുമ്പോൾ ഫ്രണ്ടിൽ 2 ഇഞ്ച് കൂട്ടണം. ഷോൾഡർ മറ്റേതുപോലെ തന്നെ 6 ഇഞ്ച് താഴോട്ടും അതേ 6 ഇഞ്ച് അടയാളപ്പെടുത്തണം. എന്നിട്ട് മറ്റേതും അതുപോലെ കറക്റ്റാണെന്ന് അടയാളപ്പെടുത്തണം. എന്നിട്ട് സ്കെയിൽ വെച്ച് വരച്ചെടുക്കണം. ഇനി നമുക്ക് വണ്ണം അടയാളപ്പെടുത്താം. വണ്ണം 9.5 ഇഞ്ച് ബാക്കി അടയാളപ്പെടുത്തി. പിന്നെ 2.5 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണം. എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കട്ടിങ്ങിന് 1/2 ഇഞ്ച് കൂടും. അപ്പോൾ അതുകൊണ്ട് 2.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിടണം. എന്നിട്ട് സ്കെയിൽ വെച്ച് വരച്ച് എടുക്കുക. ഇനി അതിൻ്റെ കൈക്കുഴിയുടെ ഇതെല്ലാം വയ്ക്കാൻ വേണ്ടി അതിൻ്റെ അടയാളത്തിൻ്റെ പകുതി
6 ഇഞ്ച് അടയാളപ്പെടുത്തിയപ്പോൾ അവിടെ 3 ഇഞ്ച് അടയാളപ്പെടുത്തണം. എന്നിട്ട് അകത്തോട്ട് 1/4 ഇഞ്ച് കൂടെ അടയാളപ്പെടുത്തണം. അത് കൈക്കുഴി കുഴിച്ച് വെട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് ഈ സ്കെയിൽ വെച്ച് അത് വളച്ച് വരയ്ക്കുക. ഇങ്ങനെ വരച്ചെടുക്കണം. ഇനി നമ്മൾ കഴുത്തകലം 2.25 ഫ്രണ്ടിനൊക്കെ എന്ന് പറയുന്നത് 6.5 1/2 ഇഞ്ചോട് കൂട്ടി വരത്തും വരെ ഇഞ്ചോട് കൂട്ടി 7 എടുക്കണം. എന്നിട്ട് അവിടെ 3 ഇഞ്ച് അടയാളപ്പെടുത്തണം. എന്നിട്ട് എല്ലാം ഒരു ചതുരത്തിൽ ഒരു സ്ക്വയർ വരയ്ക്കുക. ഒരു സ്ക്വയർ വരച്ച് എന്നിട്ട് നെക്ക് ലെവൽ ചെയ്യുക. എന്നിട്ട് 1/4 ഇഞ്ച് അവിടെ ഷേപ്പ് അടയാളപ്പെടുത്തുക. അതെന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞാൽ കഴുത്ത് ഇങ്ങനെ മലന്ന് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അത് റൗണ്ട് വരച്ചെടുക്കുക. ഇനി ബ്രസ്റ്റ് അളവെന്ന് പറയുന്നത് 11.5 ഇഞ്ചാണ്. ഈ ബ്ലൗസിൻ്റെ ഫ്രണ്ട് വശത്തെ ഇറക്കം 16.5 ഇഞ്ചാണ്. ഇതിൻ്റെ ബ്രസ്റ്റ് അളവ് 11ആണ്. 1/2 ഇഞ്ച് തയ്യൽത്തുമ്പോൾ കൂടി 11.5 ഇഞ്ച് അളവപ്പെടും. എന്നിട്ട് ബാക്കി 5.5 ഇഞ്ചുണ്ട്. നമ്മൾ താഴത്തെ കട്ടിങ്ങിന് വേണ്ടി ഇത് 11 ഇപ്പം ബാക്കി 5.5 ഉണ്ട്. ഇനി അത് 3 ഇഞ്ച് നമ്മൾ അതിന് നേരെ തന്നെ അടയാളപ്പെടുത്തണം. ആ കട്ടിങ് ഞാൻ ബ്രസ്റ്റിൻ്റെ അടയാളപ്പെടുത്തിയതിൻ്റെ അവിടെ തന്നെ അവിടെ 3 അടയാളപ്പെടുത്തണം. അപ്പം അതിൻ്റെ ഇടത് സൈഡിലായിട്ട് കട്ടിങ് പിടിക്കാൻ വേണ്ടിയാണ്. ഇടത് സൈഡ് ബാക്കി 2.5 ഇഞ്ച് അവിടെ കിടക്കുന്നുണ്ട്. 3 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തണം. ഇവിടെ 4 ഇഞ്ച് അടയാളപ്പെടുത്തണം ഇടത് സൈഡ്. ഇടത് സൈഡിൽ 4 ഇഞ്ച്. ഇനി അവിടുത്തെ വണ്ണം എന്ന് പറഞ്ഞാൽ 7.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പൂടെ അടയാളപ്പെടുത്തുക. എന്നിട്ട് അവിടെ ഈ 3 4 ഇനി 3.5 അവിടെ 3.5 അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇതിനെ ചരിച്ചങ്ങ് വരച്ചെടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഈ കട്ടിങ് പിടിക്കുന്നതിന് വേണ്ടി ഒരു 3 ഇഞ്ച് കൂടെ അധികത്തിൽ അവിടെ വരയ്ക്കണം. എന്നിട്ട് ആ സൈഡ് ചേർത്ത് വരയ്ക്കുക. ഇവിടുത്തെ സൈഡും ചേർത്ത് വരയ്ക്കുക. ഇതെല്ലാം കറക്റ്റാണെന്ന് നോക്കണം. അവിടെയും ചേർത്ത് വരയ്ക്കുക. നമുക്ക് ഈ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തെടുക്കാം. ആദ്യം കട്ട് ചെയ്തെടുക്കാം. പിന്നെ ബാക്കി കട്ട് ചെയ്ത് ഇത് നമ്മൾ ലെവൽ 2ആയിട്ട് മടക്കിയെടുക്കുക. ഇങ്ങനെ 2ആയിട്ട് കറക്റ്റ് ഇങ്ങനെ പിടിച്ച് മടക്കിയെടുക്കണം. ആ കഴുത്തിൻ്റെ ആ ഭാഗം കൈപ്പിടിയുടെ ഭാഗത്ത് നേരെ വരണം. എന്നിട്ടത് അവിടെ അളന്ന് നോക്കുക. അപ്പോൾ അവിടെ അളക്കുന്ന ഭാഗത്ത് 4.5 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ അവിടെ 1.5 ഇഞ്ച് നമ്മൾ കട്ടിങ്ങിന് വേണ്ടി എടുക്കണം. അവിടെ ഇച്ചിരി വേസ്റ്റ് ഉള്ളത് കട്ട് ചെയ്ത് കളയുന്നതാണ് കറക്റ്റായിട്ട്. അവിടെ അങ്ങനെ കട്ട് ചെയ്ത് വെക്കണം. നമുക്കറിയാൻ വേണ്ടി ആ 1.5 ഇഞ്ച്. എന്നിട്ട് 2.5 ഇഞ്ച് മുകളിലോട്ട് അടയാളപ്പെടുന്നത്. എന്നിട്ട് അങ്ങനെയാണ് നമുക്ക് ആ ഒരു കട്ടിങ് വരുന്നത്. പിന്നെ ഇവിടുന്ന് ഒരു 5.5 ഇഞ്ച് ഉണ്ടത്. അത് 3 ഇഞ്ചിൽ അടയാളപ്പെടുത്തണം. മുകളിൽ നിന്ന് 3 ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തണം. അല്ലെങ്കിൽ നേർ പകുതി നമുക്ക് വേണമെങ്കിൽ അടയാളപ്പെടുത്താം. ഇവിടെ നിന്ന് അടയാളപ്പെടുത്തുന്ന പറഞ്ഞാൽ ഈ കട്ടിങ്ങിൻ്റെ അവിടെ നിന്ന് നേരെ ഒരു വര കൊടുക്കുക എന്നുള്ളതാണ്. ആ വരയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് നേരെ ഒരു വര കൊടുക്കും. അപ്പോൾ അവിടെ നേരെ വരിക. അന്നേരം അത് കറക്റ്റാകും. അവിടെയാണ് അത്. അന്നേരം നമുക്ക് ഇവിടെ ആണെങ്കിൽ അത് അളന്ന് നോക്കാം. കൈക്കുഴി ഇപ്പം 16 ആണെങ്കിൽ അതിൻ്റെ പകുതി 8, 8ൻ്റെ പകുതി 4, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൊടുക്കുമ്പോൾ 5.5 ഇഞ്ച്. ആ 5.5 ഇഞ്ചിൻ്റെ അവിടെയാണ് അത് നിൽക്കുന്നതെന്ന് നോക്കണം. അതാണ്. അപ്പോൾ ഇതാണ് കട്ടിങ്. ഇവിടെ കട്ടിങ് പിടിച്ച് അവിടെ കട്ടിങ് 3 കട്ടിങ് നമ്മൾ പിടിക്കുന്നു ഇങ്ങനെ. അതാണ്. ഇനി അത്
ഇനി നമുക്ക് കൈയാണ്, കൈയുടെ മണ്ണാണ് നമ്മൾ കൈ വെട്ടാൻ പോകുന്നത്. അതിനുവേണ്ടി തുണി 4ആയിട്ട് മടക്കിയിട്ട് എന്നിട്ട് അടിയിലൊരു വര കൊടുക്കുന്നു. അത് തുണി കറക്റ്റാകാൻ വേണ്ടി. ഇത് 10 ഇഞ്ചാണ്, 1.5 ഇഞ്ച് കൂടെ കൂട്ടി, അല്ല 1 ഇഞ്ച് മതി, ലൈനിങ് ഉള്ളതുകൊണ്ട് 11 ഇഞ്ച് നമ്മൾ എടുക്കുന്നത്. 11 ഇഞ്ച്. എന്നിട്ട് അങ്ങനെ ഒരു വര കൊടുക്കുന്നു. എന്നിട്ട് കൈക്കുഴി 8 ഇഞ്ചാണ്, കൈക്കുഴി 8 ഇഞ്ചാണ്. അതവിടെ അടയാളപ്പെടുത്തുന്നു. പിന്നെ തയ്യൽ തുമ്പിന് വേണ്ടി നമ്മൾ ഇച്ചിരി ചേർപ്പ് തുണി ചേർക്കും. അതുകൂടെ 1.5 ഇഞ്ച് കൂടെ അധികത്തിൽ അടയാളപ്പെടുത്തുന്നു. 1.5 2 ഇല്ല, അങ്ങനെ അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് താഴോട്ടൊരു 3 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് ചരിച്ചൊരു വര വരയ്ക്കുന്നു. ആ വര വരയ്ക്കുന്നു. ആ വരയിൽ നമ്മൾ ആ 8 ഇഞ്ച് കൈക്കുഴി അടയാളപ്പെടുത്തും നമ്മൾ, കൊണ്ടാണ്. എന്നിട്ട് അതിന് നേർപകുതി 4 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. ആ 4 ഇഞ്ചിൻ്റെ പകുതി 2 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു ഈ സൈഡ്. അപ്പുറത്തും ആ 4 ഇഞ്ചിൻ്റെ പകുതി 8 ഇഞ്ചിൻ്റെ പകുതി 4 ഇഞ്ച് അതിൻ്റെ അവിടെയും അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് ഈ 4 ഇഞ്ചിൻ്റെ മുകളിൽ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. അതിൻ്റെ അവിടെ 1/4 ഇഞ്ച് വീതം 2 എണ്ണം ഒന്ന് കുഴിച്ച് വെട്ടാൻ വേണ്ടി, ഒന്ന് കൈ വെട്ടുന്നതിന് വേണ്ടിയാണ്. ഒന്ന് കുഴിച്ച് വെട്ടാൻ. എന്നിട്ട് ഇങ്ങനെ 1/2 ഇഞ്ച് കൂടിപ്പോയി 4 ഇഞ്ച് വന്നിട്ട് പിന്നെ ആ മറ്റേ 2 ഇഞ്ചിൻ്റെ അതിലേ താഴെ കൂടെ ആദ്യത്തെ സ്റ്റെപ്പിൽ കൂടെ വന്നു. എന്നിട്ട് പിന്നത്തെ 1/4 ഇഞ്ച് കൂടെ കുഴിച്ച് വെട്ടാൻ വേണ്ടി അത് വെളിയിലോട്ട് ചെയ്യും. എന്നിട്ട് കൈവണ്ണം 5ആണ്, 10ആണ്, അതിൻ്റെ പകുതി 5. എന്നിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. എന്നിട്ട് അത് തമ്മിൽ ചേർത്ത് ആ വെളിയിൽ നിന്നേ ചേർത്ത് വരയ്ക്കണം. എന്നിട്ട് അവിടെ ഇവിടെ ഇരിക്കുന്ന ആ തുണി ചേർക്കാം അവിടെ ഇടുന്നത്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്യാം. എന്നിട്ട് അവിടെ 1/4 ഇഞ്ച് കുഴിച്ച് വെട്ടാൻ പറ്റില്ല, അത് ഒരു സൈഡ് മാത്രം, 2 സൈഡും വെട്ടരുത്, ഒരു സൈഡ് മാത്രം. എന്നിട്ട് അവിടെ ചേർക്കാനുള്ള ആ തുണിയും കൂടെ വെട്ടിയെടുക്കണം. അതും വെട്ടി നമ്മളവിടെ ചേർത്ത് തയ്ക്കണം. എന്നിട്ട് ഇനി ബാക്ക് പീസിൻ്റെ അടി വെട്ടാൻ വേണ്ടി 2 ഇഞ്ച് വീതിയിൽ ബാക്കി ആ തുണിയുടെ അടിഭാഗത്തിൻ്റെ നീളത്തിനനുസരിച്ച് നമ്മൾ തുണി കട്ട് ചെയ്തെടുക്കണം. വീതി 2 ഇഞ്ചും നീളം ആ തുണിയുടെ അടിഭാഗം, ബാക്ക് വശത്തിൻ്റെ അടിഭാഗത്തിൻ്റെ പടിയടിക്കണം. അതും കട്ട് ചെയ്തു. ഇനി നമുക്ക് മെയിൻ തുണിയെ ആ ലൈനിങ് തുണി വെച്ച് എല്ലാം കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ കൈയാണ് കട്ട് ചെയ്യുന്നത്. അതിനാണ് ഇതിങ്ങനെ 2ആയിട്ട് മടക്കിയിട്ട് 4ആയിട്ട് മടക്കും. ഈ തുണിയും അതുപോലെ ചേർപ്പ് ചേർത്താലേ നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ വെച്ച് ചെയ്യുന്നു. എല്ലാം ലൈനിങ് വെച്ച് ആ മെയിൻ തുണിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം നമുക്ക് എല്ലാം അതേപോലെ കിട്ടും.
ഈ കട്ടിങ് എന്ന് പറയുന്നത് 6 വേണം. ലൈനിങ്ങിൻ്റെ അകത്ത് 4 കട്ടിങ്ങിനകത്ത് 3. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഹുക്ക് വെടി വെക്കാനും ഒക്കെയുള്ള തുണികളാണ് ഇനി കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് കഴുത്തിന് പടി വയ്ക്കാനുള്ള ക്രോസ് പടിയാണ് കട്ട് ചെയ്യുന്നത്. അതും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെറിയ ചെറിയ പീസുകളായിട്ട് കഴുത്തിന് ആവശ്യമായത് കട്ട് ചെയ്തെടുക്കണം. അത് 1 ഇഞ്ച് വീതിയിൽ ബാക്കി ആവശ്യത്തിന് നീളത്തിനും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു സ്റ്റിച്ചുമായി അടുത്ത വീഡിയോയിൽ.